ഹായ്, അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ അപ്പൂസിനൊന്നും സ്കൂളില്ല കേട്ടോ. നമ്മളെ തൃക്കലങ്ങോട് പഞ്ചായത്തിൽ ഇലക്ഷൻ ആയത് കാരണം സ്കൂൾ അവധിയാണ്. ഇനിയിപ്പോൾ നാളെ തൊട്ട് ക്രിസ്മസിൻ്റെ എക്സാമാണ്. അപ്പോൾ നാളെ ഉച്ചവരെ അല്ലേ, രാവിലെ തൊട്ട് ഉച്ചവരെ അല്ലേ പരീക്ഷയ്ക്ക് പോവും. സാമൂഹ്യമാണ് പരീക്ഷ. അപ്പോൾ നാളെ പരീക്ഷ തുടങ്ങുകയാണ്. പിന്നെ അമ്മേൻ്റെ റേഡിയേഷൻ കഴിഞ്ഞു കേട്ടോ. ഇന്നേന്നോ ട്യൂബ് ഇട്ടിട്ടുള്ള റേഡിയേഷന്. അപ്പോൾ അത് രാവിലെ കയറ്റിയിട്ട് ഇപ്പോൾ 1:30ക്കാണ് ഇറക്കിയത്. അപ്പോൾ ഇപ്പോൾ വിളിച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര റിസ്ക് ആയിരുന്നു പറയുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, മയക്കിയിട്ടൊക്കെയാണ് അത് ചെയ്തത്. പിന്നെ മൂത്രത്തിനൊക്കെ ട്യൂബ് ഇട്ടതായിരുന്നു. ഇപ്പോൾ ട്യൂബൊക്കെ ഊരി ഇനിയിപ്പോൾ കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് സാധാരണ നോർമലായിട്ടുള്ള മൂത്രം ഒഴിച്ചെങ്കിൽ അവിടെ നമ്മളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. രാത്രിക്ക് പോരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9:30ക്കുള്ള ട്രെയിനിന് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് പോരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അരയ്ക്കുന്ന അങ്ങോട്ട് കീഴ്പ്പെട്ട് തരിപ്പ് വിട്ടിട്ടില്ല. കുറച്ച് ആകുമ്പോഴേക്കും 4 മണി 5 മണിയാകുമ്പോഴേക്കും റെഡി ആവുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണോ അവിടെ ചെയ്തിട്ടുള്ളിടത്തോളം അങ്ങനെയാണെന്ന് പറഞ്ഞു. അത് ശരിയാവുമെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ആഴ്ച പോയാൽ മതി കേട്ടോ. അടുത്ത ഞായറാഴ്ച പോയാൽ ഇതേപോലെ തന്നെ തിങ്കളാഴ്ച ഇൻഷുറും കാര്യങ്ങളും ശരിയാക്കുക, ചൊവ്വാഴ്ച ചെയ്യുക. അങ്ങനെ 17-ാം തീയതി പിന്നെ 24-ാം തീയതി വീണ്ടും ഇങ്ങനെ ചെയ്യുക. അങ്ങനെ 3 എണ്ണം ചെയ്യാണ്ട് അങ്ങനെയാണ് കേട്ടോ പറഞ്ഞ്. സന്തോഷമായിട്ട് കുറച്ച് നേരത്തെ വിളിച്ചതാണ് സന്ധ്യേച്ചി. ഇപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്ക് പനിയാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു മീനും കഞ്ഞിയൊക്കെ കുടിക്കണത്. അപ്പോൾ അതിന് ചോദിച്ചത് പനിയാണോന്ന്. അപ്പോൾ ചെറിയ വീഡിയോ ഒക്കെ ആകുമ്പോൾ നമുക്ക് പനിയാണ് എല്ലാം കൂടി കാര്യങ്ങൾ പറയാനതിൽ സമയം ഉണ്ടാവില്ല. കാരണം 1 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞ് തീർക്കണം. പനിയാണ് കാരണം അമ്മേനത് കൊണ്ടുവരുമെന്ന് അറിയില്ല. ചിലപ്പോൾ സിന്ധേച്ചിൻ്റെ വീട്ടിലേക്കാവും കൊണ്ടുപോവുക. അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും സന്തോഷമായിട്ട് നോക്കേണ്ടി വരും. അമ്മേൻ്റെ അടുത്തേക്കൊന്നും അടുക്കാൻ പറ്റൂല. കാരണം ഇൻഫെക്ഷൻ ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പോൾ മാസ്ക് ഇട്ട് എവിടെയെങ്കിലും പോയി നിൽക്കേണ്ടി ഒരു ദിവസം വെള്ളം മാറി കുളിച്ചതിൻ്റെ തോന്നുന്നുണ്ട്. സിന്ധേച്ചിൻ്റെ അവിടെ പോയിട്ട് എങ്ങനെയൊക്കെ മാസ്ക് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പനിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ചുമയുള്ളൂ. മരിക്കോളൂ എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് സർപ്രൈസായിട്ട് നമ്മളെ വാസേട്ടൻ വന്നു കേട്ടോ. അപ്പോൾ ഇതും കിട്ടിയില്ല. മറ്റേ രാവിലെ എനിക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കണതാണ്. പക്ഷെ ഫോണ് കേടായത് കാരണം എനിക്ക് ഒന്നൊരിത് കിട്ടിയില്ല. പെട്ടെന്ന് വാസേട്ടൻ്റെ ഫ്രണ്ടും കൂടി വന്നിട്ട് ഇങ്ങോട്ട്. അപ്പോൾ വരലും പോലും കഴിഞ്ഞു. അപ്പം നമുക്കതൊന്ന് കാണാം കേട്ടോ. അപ്പം പ്രതീക്ഷിക്കാതെ നമ്മളെ വാസേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അല്ലേ വാസേട്ടാ? ഒരു ക്ലൂ പോലും തരില്ല. മറ്റത് രാവിലെ ഗുഡ് മോർണിംഗ് തരണ്ട്. ഇപ്പൊ കൊറേ ദിവസമായിട്ട് ഗുഡ് മോർണിംഗ് ഇല്ല. അതാണ് കൊറേ ദിവസമായിട്ട് ഫോണ് കേടാണ്. അപ്പൊ അങ്ങനെ വാസേട്ടൻ വേറെ വഴിക്ക് പോവാണ്. പോണ വഴിക്ക് നമ്മളടുത്ത് വന്നതാണ്. ലേപ്പിട്ട് വാസേട്ടൻ മാത്രല്ല കേട്ടോ, വാസേട്ടന്റെ ഉറ്റ സുഹൃത്ത് മണികണ്ഠേട്ടനുണ്ട്. മണികണ്ഠേട്ടാ ഹായ്. അതന്നെ നമ്മളെ വീട് കണ്ടിട്ടില്ല. ഇതിലെന്നെ കാണുന്നുള്ളൂ. നേരിട്ട് കാണുമ്പോഴല്ലേ അതിന്റെ ഒരു ഇതുള്ളൂ. ആദ്യം മണികണ്ഠന്റെ വീട്ടിൽ പേര് വന്നുള്ളൂ. വീട്ടിൽ വന്നു. അപ്പൊ വരണല്ലോ. ഏതായാലും അമ്മ വന്നിട്ട് ഒരു ദിവസം വരണ്ടേ. അപ്പൊ നമ്മളെ വാസേട്ടന്റെ പോലെ തന്നെ വാസേട്ടന്റെ ഫ്രണ്ടും. പിന്നെ അപ്പൊ അമ്മേനെ കാണാൻ പറ്റിയില്ല. വിവരങ്ങൾ അറിയില്ലുണ്ടാവുകൊണ്ട് പിന്നെ അപ്പൊ നമ്മള് ചോറിനുള്ള സമയാണ്. എനിക്ക് പനിയായത് കാരണം ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചോറ് മാത്രമാണ് വെച്ചിട്ടുള്ളൂ. ഇന്നലത്തെ കറിയൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. മത്തി വറ്റിച്ചതൊക്കെ കൂട്ടിയിട്ട്. അപ്പൊ വന്നപ്പോ കേട്ടോ മോരുമെള്ളം കേട്ടോ. പെട്ടെന്ന് മോര് കലക്കി അത് വാസേട്ടനും മണികണ്ഠനും കൊടുത്തു. പഴമൊക്കെ മുറിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത്. വാസേട്ടാ ഞങ്ങൾ വേറെ സ്ഥലം വരെ പോവാണ്ട്. അവിടെ പോയിട്ട് പോകുമ്പോ വരാം. സമയം ഉണ്ടെങ്കിൽ വരും. അപ്പൊ ഞങ്ങളെ ഇറങ്ങട്ടെ. സ്കൂട്ടിയായിട്ടാ വന്നത്. നട്ട വെയിലത്താ വന്നത്. ഇനിയിപ്പോ എനിക്ക് ഈ നേരെ തന്നെ ഉച്ചയാകുമ്പോഴേക്ക് പോണേ. എന്താ അത്ര നട്ടുശീലം പോണേ? ഒന്നുമില്ല, നമ്മളെ മകളെ വീട് കൊണ്ട് ഒരു അമ്മേന്റെ വീടിന്ന് വണ്ടി പറമ്പ് അവിടെ ഒന്ന് പോകാൻ പറ്റിയ റൂട്ടിലല്ലേ. അപ്പൊ ഇതൊക്കെ ആവാലോ. വാസേട്ട കുടുംബക്കാരും ഉണ്ടല്ലോ ഇവിടെ.
നാരായണൻകുട്ടിന്റെ അതാ പറഞ്ഞേ. അത് അറിയില്ല, അത് നമ്മളെ ക്ലാസ്മേറ്റിന്റെ മകളാണ്. എന്താ വീട്ടുപേര്? വേറെ പ്രത്യേകിച്ച് കിട്ടിയ സാമ്പാർ എന്താ പറയാ? പ്ലേ ബട്ടൺ. ദിവസം വരണ്ടേ മണിക്കൂർ? അതെ അതെ, അത് പിന്നെ നേരത്തെ വരണ്ടാവില്ല കഴിക്കേണ്ട കാര്യത്തിലും. അപ്പൊ ഞാൻ അത് ബുദ്ധിമുട്ടിക്കാനും പറ്റൂല, അതിന്റെ എത്തും വേണം. വീട്ടിൽ തന്നെ പറഞ്ഞ ചോറൊക്കെ കൊണ്ട് പോകുന്ന പറഞ്ഞതാ. ഞാൻ ചപ്പാത്തി കറി കഴിച്ചു പോകുന്നു. എന്നാ ഓക്കെ. കേട്ടറിന് കാണാൻ പറ്റിയില്ലപ്പോ. പറഞ്ഞു 11 മണി കഴിയുന്നത് വെട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയമൊക്കെ ആയി 12 കഴിഞ്ഞ് 1 മണി ആയിപ്പോ അല്ലേ സമയം. ഇന്ന് നീ വരുമ്പോ നമ്മളിതിലിങ്ങനെ കാണുന്ന പരിപാടികൾ ഇങ്ങനെ അത് നേരെ കാണുന്നത് കിട്ടൂലല്ലോ. അതല്ലേ ഇത്. അങ്ങനെയാണ് വഴിയില്ല. പോയാ മതി. പോയിട്ട് ഇനി ഇതിന് താഴെ കാണല്ലേ? ആദ്യം വിടാൻ മതി. അപ്പൊ ഇന്നേ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നാളെ അമ്മയ്ക്ക് ഇതിനൊരു പൂതി ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ പെട്ടെന്ന് പൂതി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാധനം കേട്ടത്. അപ്പൊ അത് എന്താ വെച്ചാല് നമ്മുടെ കൈപ്പങ്ങ കൊണ്ടാട്ടവും അതേപോലെ മുളക് കൊണ്ടാട്ടമാണ് കേട്ടോ. പച്ചമുളകിൻ്റെ കൊണ്ടാട്ടം ഉണ്ടല്ലോ അത്. അപ്പോൾ അമ്മയ്ക്ക് എന്തും ഇപ്പോൾ വായ്ക്ക് രുചിയില്ല. നമ്മൾ എന്ത് ആക്കി കൊടുത്താലും കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ അവിടെ തിരുവനന്തപുരത്തായിട്ടും എല്ലാ കറിയും ഉണ്ട് അവിടെ. പക്ഷേ അമ്മയ്ക്ക് ഒന്നും അമ്മ കൂട്ടലില്ല കേട്ടോ. അപ്പോൾ അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു മുളക് കൊണ്ടാട്ടത്തിന് പൂതി, കൈപ്പങ്ങ കൊണ്ടാട്ടത്തിന് പൂതി, അങ്ങനെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഞങ്ങളിവിടെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇവിടുന്ന് പൊരിച്ചിട്ട് കൊണ്ടു കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഇവിടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് കുപ്പിയിലാക്കി വെച്ചാൽ പൂതിയാകുമ്പോൾ ഇങ്ങനെ എടുത്ത് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഉണക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇപ്പം നല്ല കൊട്ടം വെയിലാണ്. നമ്മളെ വീടിൻ്റെ മുകളിൽ അങ്ങോട്ട് ഷീറ്റ് വിരിച്ചിട്ട് ഉണക്കാട്ടാൽ ഇന്നിട്ടാൽ നാളേക്ക് പപ്പടം പോലെ കിട്ടും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇന്ന് കടയിൽ പോയിട്ട് കുറച്ച് കൈപ്പങ്ങയും വാങ്ങി, അതേപോലെ പച്ചമുളകും കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ട് ഞാനൊന്ന് കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കൈപ്പങ്ങ ഇങ്ങനെ മുറിച്ച് പാകാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് വാട്ടിയിട്ടാണ് നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളയ്ക്കാൻ ഒന്ന് വാട്ടിയെടുക്കണം നമുക്ക്. തിളച്ച വെള്ളത്തിൽ എടുത്തിട്ടാണ് ഇത് കൊണ്ടാട്ടാക്കണം. എന്നാലേ ഇത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഇത് നല്ല തിന്നാനും എല്ലാത്തിനും പൊരിഞ്ഞൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ഇങ്ങനെ അധികം കട്ടില്ലാതെ ആക്കരുത്, ഇങ്ങനെ കുറച്ച് കട്ടിയിലും ഇങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഉണ്ട് വിചാരിക്കുന്നത് ഉണ്ടാക്കണം. അപ്പം ഞാൻ ഈ ജലദോഷം മൂക്കലിപ്പൊക്കെ ഈ പനിയൊക്കെ കാരണം അങ്ങനെ നിന്നു. പിന്നെ വിചാരിച്ച് എന്തായാലും വേണ്ടില്ല ഒന്ന് ഉണ്ടാക്കട്ടെ വിചാരിച്ച് ഉണ്ടാക്കി. അപ്പോൾ ആദ്യം കൈപ്പങ്ങ അങ്ങനെ ആക്കിങ്ങാണ്ട് വെയിലത്ത് കൊണ്ടുവരട്ടെ. എന്നിട്ട് വേണം മുളകിനെ പിന്നെ എന്താ വെച്ചാൽ മോരിക്കാക്കിയിട്ട് പെട്ടെന്ന് വെയിലത്തേക്ക് ഇടാൻ പറ്റൂല. കുറച്ച് നേരം മോരിലിട്ട് വെക്കണം. പിന്നെ ഇന്ന് ആക്കി വെച്ചിട്ട് നാളെ നമ്മൾ വെയിലത്തേക്ക് എടുക്കുള്ളൂ. ഇന്ന് രാത്രി ഫുള്ള് മോരിലിട്ട് വെക്കണം. എന്നിട്ട് മുളകിൽ പിടിച്ചിട്ട് നാളെ നമ്മൾ പുറത്ത് വെയിലത്തേക്ക് ഇടുള്ളൂ. കൈപ്പങ്ങ പിന്നെ നമ്മളിപ്പോൾ തന്നെ വെയിലത്തേക്ക് ആക്കും കേട്ടോ. അപ്പോൾ ഈ കൈപ്പങ്ങനെല്ലാം ഇങ്ങനെ കട്ടില്ലാതെ കണ്ട ഈ പോലെ ഇത്ര കട്ടിയിൽ ഇങ്ങനെ ആക്കിയിട്ട് കുരു കൊടുക്കുക മുറിച്ച് വട്ടത്തിൽ മുറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ കൈപ്പങ്ങ കണ്ടോ. ഇതിപ്പോൾ കണ്ടപ്പോൾ വിചാരിക്കുന്നുണ്ട് കുറേ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ ഇടല്ല. അപ്പോൾ കുറേ ഉണ്ട് വിചാരിക്കും. പക്ഷെ ഇനിയിപ്പോൾ ഇത് ഉണങ്ങി ആയി വരുമ്പോൾ അത് ചുമി പച്ച തിന്നേ ഞാൻ ആദ്യം തിന്നുന്നത് ഞാൻ തിന്ന എവിടെ എൻ്റെ വായണ്ട ഓൻ തിന്നുന്നുണ്ട്, ഞാൻ തിന്നൂല.
കയ്പൊക്കെ കയ്പില്ല നിജൊരു മനുഷ്യനെ പറയുള്ളൂ. ഞാൻ തിന്നൂല, പക്ഷെ ഇത് തിന്നണം നല്ലതാ പറയണേക്കല്ലേ. എന്തായാലും ഞാൻ തിന്നാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ നോക്കിയാൽ ഞാൻ അത് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് ഇത് തിളച്ചേന്ന് കേട്ടോ. ഞാൻ ഓഫാക്കി ഇട്ടിരുന്നു തീയ്. അരിയുടെ സമയം അരിഞ്ഞ് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇതിന് വെള്ളം അങ്ങനെ വെറുതെ തിളയ്ക്കണ്ട വിചാരിച്ച് ഓഫാക്കിയിട്ടതാണ്. അപ്പോൾ ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെറുതെ ഒന്ന് ഈ തിളച്ച വെള്ളത്തേക്ക് ഒന്നിട്ട് ഒന്ന് മെല്ലെ നായാൽ മതി, ഒന്ന് വാടി കിട്ടിയാൽ മതിയേ. എന്നിട്ട് ഞാൻ വലിയ ആളായി പറയല്ല കേട്ടോ, എല്ലാവർക്കും അറിയണ കാര്യമാവും. പക്ഷെ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറയാമെന്ന് മാത്രം കേട്ടോ. നമ്മൾ അപ്പോൾ ഇതിൽ ഈ വെള്ളത്തിൽ നമ്മൾ ഉപ്പും ഒന്നും ഇട്ട് കൊടുക്കണില്ല. നമ്മൾ ഉപ്പും എല്ലാം ആക്കി കൊടുക്കണത് പിന്നെ ഈ ഓട്ടപാത്രത്തിലാക്കി. അതിന് കഴിഞ്ഞിട്ട് വരണ്ട, മുളകാണത് എരിയും. ഇത് നമുക്ക് ഓട്ട കുത്തി കൊടുത്തിട്ട് വേണം മോരിക്കാക്കാട്ടോ. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഈ ഒരു തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് ഒന്നൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വെറും ആ പച്ച ഒന്ന് മാറട്ടെ. പച്ച എന്താ പറയുക, ആ പച്ച രൂപം ഉണ്ടല്ലോ, അതൊന്ന് മാറട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഓട്ടപാത്രത്തേക്ക് വാരിയിട്ടിട്ട് ഇതിൻ്റെ വെള്ളം മുഴുവനും പോയി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ചെയ്യണം. എന്നിട്ട് നമുക്ക് ഉണക്കാൻ മേലെ കൊണ്ട് ഉണക്കടാം. ആ സമയം ഇത് ഇട്ട് വന്നിട്ട് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പച്ചമുളകിനൊന്ന് ഓട്ടത്തിരിക്കണം. അപ്പോൾ ഇതാ നമ്മളെ കൊണ്ടാട്ടം റെഡി ആയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതാ വാസുവേട്ടൻ ഒരു സ്ഥലം വരെ പോവുക പറഞ്ഞില്ലേ. അപ്പോൾ തിരിച്ച് ആ വീട്ടിൽ നിന്ന് മടങ്ങിയപ്പോൾ എന്നെ വിളിച്ചു, പോവുകയാണെന്ന് പറഞ്ഞിട്ട്. ഇനി ഇവിടെ കയറിനില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇനി ഒരു ദിവസം വിളിച്ച് പറഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് സാവധാനം ഇവിടെ നിന്നിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അമ്മയും എല്ലാവരും ഉള്ളപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അപ്പോൾ ഇത് നമ്മളെ കൊണ്ടാട്ടം, കൈപ്പങ്ങ കൊണ്ടാട്ടത്തിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഓട്ടപാത്രത്തേക്ക് ഇറക്കി വെച്ചതാണ്. അപ്പോൾ സംഭവം ഒന്ന് വാടിയിട്ടോ, ഒന്ന് മെല്ലെ ഒന്ന് തിളച്ച വെള്ളത്തിൽ വെച്ചിട്ടതാ. ഇനി നമ്മളെന്താ കാട്ടണറിയോ, ഈ വെള്ളം ഫുള്ള് ഇങ്ങനെ പോയതിൻ്റെ ശേഷം കൈപ്പങ്ങ ചാടി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് അധികം ഉപ്പ് ഉണ്ടായിക്കോട്ടെ കേട്ടോ, കാരണം കൈപ്പങ്ങയാണ്. കുറച്ച് വേറെ ഉപ്പ് വേണം. പിന്നെ കൊണ്ടാട്ടത്തേക്ക് ഇനി പിന്നെ നമ്മൾ ഉപ്പ് പിന്നെ മുളക് പിന്നെ ചേർക്കൂല. അപ്പോൾ ഇപ്പം തന്നെ ഇതിന് കുറച്ച് എരിവ് വേണമല്ലോ നമ്മളെ കൊണ്ടാട്ടം. കുറച്ച് മുളകും പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. അതല്ലേ നമുക്ക് കൈയിടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കൈ പൊള്ളും. അപ്പോൾ ഒന്ന് ചൂടാറട്ടെ. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കണം. എന്നിട്ട് നമുക്ക് ഉണക്കാൻ കൊണ്ടുപോവാം. അപ്പോൾ ഇതൊന്നും ഇവിടെ കിടക്കട്ടെ, ഒന്ന് ആവി പോട്ടെട്ടോ. ഈ സമയം കൊണ്ട് നമ്മളെ മുളക് എന്ത് കിട്ടണം, മുളകിനൊന്ന് ഓട്ടത്തി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ മുളക് എങ്ങനെ അറിയോ, ഈ മുളകിനെ പിടിച്ചിട്ട് നടുവിൽ ഒന്ന് മെല്ലെ ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുക. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും ആ തൈരും കൂടി ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇത് പിന്നെ ബേജാറൊന്നുമില്ല, നമ്മൾ രാത്രി ആകുമ്പോഴേക്കും നമുക്ക് ചെയ്താൽ വെച്ചാൽ മതി. കാരണം നമ്മൾ രാത്രി ഇത് ഫുള്ള് ഈ മോരിൽ കിടന്നിട്ട് നാളെ രാവിലെ നമ്മളിത് പുറത്തിറക്കുള്ളൂ. ഇന്ന് നമ്മൾ വെരുത്തിക്കിടാൻ പോണില്ല. കൈപ്പങ്ങേനെ മാത്രമാണ് നമ്മൾ വെരുത്ത് കൊണ്ടിട്ടിട്ട് ഉണക്കിയെടുക്കുന്നത്. ഒരു 1-2-3 ദിവസം നല്ല വെയിൽ കൊണ്ടാൽ കൈപ്പങ്ങ കൊണ്ടാട്ടമായി. അതുപോലെ തന്നെ കേട്ടോ മുളകും 3 വെയിൽ തട്ടിയാൽ മുളക് കൊണ്ടാട്ടം റെഡിയാവും. 2 വട്ടം 3 വട്ടം മോരിലിട്ട് വെച്ചാൽ മതി. ആദ്യം കിടക്കി ഉണ്ടാക്കിയെന്ന് പിന്നെ മടി പിടിച്ചു തുടങ്ങിയിട്ടോ. ഉണ്ടാക്കാൻ അങ്ങോട്ട് ഒരുങ്ങൂല, വാങ്ങിക്കൊണ്ടുവരും. പക്ഷെ വാങ്ങിക്കൊണ്ടുവരുന്ന മുളകിലൊക്കെ ഭയങ്കര ഉപ്പാവും. നമ്മൾ ഒരു മുളക് തന്നെ 2 ദിവസമൊക്കെ കൂട്ടിയാലൊക്കെ തീരുള്ളൂ. ഇതാകുമ്പോൾ പിന്നെ നമ്മളെ പാകത്തിന് ഉപ്പും നല്ല പുളിയൊക്കെ കടടി കൂടെ തന്നെ കണ്ടു. അന്നെ ഇനിയും കാണുന്നുണ്ടോ? അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിട്ടിട്ടില്ല കേട്ടോ. സമയം 2:30 ആയിട്ടുണ്ട്. കഞ്ഞി കുടിച്ചതാണ്. അപ്പോസ് ബ്രെഡ് എന്തോ തിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഉച്ചയ്ക്കുള്ള പനി മരുന്ന് കുടിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളെ വിശേഷം അങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്.
മരുന്ന് കുടിക്കട്ടെ, മരുന്ന് കുടിച്ച് പനി മാറ്റണം, എന്നാലേ ഉള്ളൂ അമ്മ വരുമ്പോഴേക്കും നമ്മൾ റെഡി ആയിട്ട് നിൽക്കുക. നമ്മളെ കൈപ്പങ്ങൻ്റെ ചൂട് പോയോ നോക്കട്ടെ. അത് ചൂടുള്ള സമയത്താട്ടെ ഈ പണി എടുക്കുന്നത്. ഈ നീണ്ട മുളകുണ്ടായാലാണ് പ്രശ്നം. കുറേ എണ്ണ വേണ്ടി വരും ഇത് വറുത്തെടുക്കാൻ. ഇങ്ങനത്തെ മുളക് ഉണ്ടായാൽ ഞാൻ എന്താ കാട്ടറിയാം, ഉപ്പേരിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും, വറുക്കെടുക്കലില്ല. നമ്മളെ മുളക് കൈപ്പങ്ങ ഒന്ന് കൈയിട്ടോക്കണം കേട്ടോ. കൈ പൊള്ളിയ കട്ടനെ പോരാ. കൈയിട്ടാലപ്പോൾ കുറച്ചൊക്കെ ഉണ്ട് ചൂട് കൊണ്ടിട്ട്. അപ്പം ഇനി ഇത് കൊണ്ടേ കൈ കൊണ്ട് അവിടെ വാർപ്പിൻ്റെ മുകളിലെത്തുമ്പോഴേക്കും പാകായിക്കോളും. അപ്പം ഇനി ഇത് കൊണ്ട് നമ്മൾ പോവാ. വാ മേലേക്ക് പോവാ. വാ. അച്ഛൻ്റെ കോട്ടിലാണ് ഉണക്കണത്. ഇനി അടുത്ത മഴക്കാലം വരുമ്പോഴാവും കോട്ട് നോക്കുമ്പോഴാവും ഞാൻ കൊണ്ടാട്ടം ഉണക്കാൻ പോയി എന്ന് കാണുക. ഇത് കണ്ട് പോവാനാണ് ബുദ്ധിമുട്ട് കേട്ടോ. തല മുട്ടും. എത്ര ചെരുപ്പ് എവിടെ കാണും? എന്താപ്പോ രക്ഷപ്പെട്ടു. ഇത് കൊള്ളിട്ടല്ലേ. ഷീറ്റിനകത്ത് വെച്ചിട്ട് ഇവിടെ നമ്മളെന്നാ തന്നെ കരിഞ്ഞ് കൊണ്ടാട്ടാവും. ആഹാ കട്ടില്ലാതെ പരത്തട്ടെ. അപ്പോൾ ക്യാമറക്ക് കാണില്ലേ? എന്താ മഴക്കാറുണ്ട്. നമ്മളെ കൈപ്പങ്ങ കൊണ്ടാട്ടമൊക്കെ വെളുത്തിട്ട് വന്ന് ഇനി നമ്മൾ അടുത്ത പരിപാടി മുളക് കട. മുളകൊക്കെ ചെറിയ ഓട്ടയൊക്കെ ആക്കി വെച്ചു. മോരാക്കട്ടോ. ഒരു പാക്ക് മോരാക്കാക്കിയിട്ട് അധികം പുളിപ്പില്ലാത്തത്. അതപ്പോൾ ഇതിനെ കൊണ്ടുള്ളൊരു പ്രശ്നം. നമ്മൾ ഹരിതേൻ്റെ തൈര പോയി നോക്കിയത്, പക്ഷെ ഹരിത കിട്ടിയില്ല. ഇത് ഹരിത അല്ലാത്ത വേറെ ഉണ്ടല്ലോ, എന്താ പറയുക പേര്, കവിൻസ് ആണല്ലോ, കവിൻസ് ഉണ്ടല്ലേ. പക്ഷെ ഹരിതേൻ്റെ ആയാലും ഭയങ്കര പുളിപ്പാണ്. ഉപ്പ് കുറച്ച് നല്ലോണം ഉപ്പ് കിടക്കണം കേട്ടോ. മതിയാവും. ഇനി ഇളക്കി കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് കിടക്കണം ഇതിൽ കേട്ടോ. ഇന്ന് നമുക്ക് പുറത്തിറക്കാൻ പറ്റില്ല. അതിന് നല്ലോണം ഒന്ന് മൂടി അവിടെ വെക്കാം. നാളെ തൊട്ട് വെയിൽ ഒളിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം നിർത്താൻ പോവാം കേട്ടോ. ഇനി ചോറിട്ടില്ല, ഞാൻ അപ്പോഴും ചോറിനാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നാളെ നമ്മളമ്മയൊക്കെ വന്നിട്ട് പുതിയ വിശേഷമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും നമ്മളെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.